രാജസ്ഥാനിലെ കോട്ടയിൽ നടന്ന ഒരു വിചിത്രമായ മോഷണ ശ്രമം. സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. കോട്ടയിലെ പ്രതാപ് നഗർ നിവാസിയായ സുഭാഷ് കുമാർ റാവത്തിന്റെ വീട്ടിലാണ് ജനുവരി 4 പുലർച്ചെ ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. സുഭാഷും ഭാര്യയും ജനുവരി 3 ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയ സമയത്തായിരുന്നു സംഭവം. ഇവർ മടങ്ങിയെത്തിയത് ജനുവരി 4 പുലർച്ചെ 1 മണിയോടെയാണ്. വീടിന്റെ ഗേറ്റ് തുറന്നപ്പോൾ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റ് നേരെ പതിച്ചത് അടുക്കളയുടെ ഭാഗത്തുള്ള ഭിത്തിയിലേക്കായിരുന്നു. അവിടെ എക്സോസ്റ്റ് ഫാനിന്റെ ചെറിയ ദ്വാരത്തിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതും കണ്ടു. ആദ്യം പരിഭ്രാന്തരായെങ്കിലും അതൊരു കള്ളനാണെന്നും മോഷണ ശ്രമമാണെന്നും വ്യക്തമായി. മോഷണത്തിനായി എക്സോസ്റ്റ് ഫാനിന്റെ ചെറിയ ദ്വാരത്തിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച കള്ളന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം വീടിനകത്തും പകുതി പുറത്തുമായിരുന്നു. ഇടുങ്ങിയ ദ്വാരത്തിൽ കുടുങ്ങിയതിനാൽ ഇയാൾക്ക് മുന്നോട്ടോ പിന്നോട്ടോ ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. വീട്ടുകാർ ഉടൻ പോലീസിനെ വിവരമറിയിച്ചു. ആളുകൾ ഓടിക്കൂടിയതോടെ തന്നെ മോചിപ്പിച്ചില്ലെങ്കിൽ തന്റെ കൂട്ടാളികൾ അടുത്തുണ്ടെന്നും അവർ നിങ്ങളെ ആക്രമിക്കുമെന്നും പറഞ്ഞ് കള്ളൻ വീട്ടുകാരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഈ സമയം പുറത്ത് കാവൽ നിന്നിരുന്ന സഹായി ബഹളം കേട്ടതോടെ കള്ളനെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. ധോർക്കേഡ പോലീസ് സ്ഥലത്തെത്തി ഏകദേശം 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇയാളെ പുറത്തെടുത്തത്. 25-കാരനായ പവൻ വൈഷ്ണവ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. മോഷണത്തിന് ഇവർ ഉപയോഗിച്ച കാറിൽ പോലീസ് എന്ന സ്റ്റിക്കർ പതിച്ചിരുന്നു. നിയമപാലകരെ വെട്ടിക്കാനാണ് ഇവർ ഈ മാർഗം സ്വീകരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് രക്ഷപ്പെട്ട കൂട്ടാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി.